മറിയഭക്തിയെ സംബന്ധിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ചകളും വ്യാഖ്യാനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ സർക്കുലർ ശ്രദ്ധേയമാകുന്നു. മറിയഭക്തിക്കൊരു മാർഗരേഖ എന്ന തലക്കെട്ടോടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പുറത്തുവിട്ട സർക്കുലറിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയുടെ അംഗീകാരത്തോടെ റോമിലെ വിശ്വാസ തിരുസംഘം പ്രസിദ്ധീകരിച്ച വിശ്വാസികളുടെ സമൂഹത്തിന്റെ മാതാവ് അഥവാ മാത്തേർ പോപ്പുലി ഫിദേലിസ് എന്ന പ്രബോധനം വഴി പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവശാസ്ത്രപരമായി ഉചിതമല്ല എന്നും കൃപാവരത്തിന്റെ മാതാവെന്നും മധ്യസ്ഥ എന്നുമുള്ള വിശേഷണങ്ങൾ വിവേകപൂർവ്വം ഉപയോഗിക്കണമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. കത്തോലിക്ക സഭ മാതാവിന് നൽകിയിരുന്ന ബഹുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോവുകയാണെന്നും പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ അംഗീകരിക്കുകയാണെന്നുമുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ചകളും വ്യാഖ്യാനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള തിരുസഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലറിൽ വ്യക്തമാക്കി. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് 4 വിശ്വാസ സത്യങ്ങളാണ് തിരുസഭ ആധികാരികമായി പഠിപ്പിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവും നിത്യകന്യകയും അമലോത്ഭവയും സ്വർഗാരൂപിതയുമാണ് എന്നതാണ് ആ വിശ്വാസ സത്യങ്ങൾ. ഈ 4 സത്യങ്ങളും മാറ്റമില്ലാതെ തിരുസഭ ഇന്നും പ്രഘോഷിക്കുന്നു. അതേസമയം പരിശുദ്ധ കന്യകാമറിയത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള ദൈവശാസ്ത്രപരമായ വ്യതിയാനങ്ങളെ തിരുത്താനാണ് പുതിയ പ്രബോധനരേഖ ലക്ഷ്യം വെക്കുന്നത്. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന് ജന്മം കൊടുക്കുക വഴി ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെയും അമ്മയാണ്. മറിയത്തിന്റെ ആത്മീയ മാതൃത്വത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഹ്വാനമാണ് ഈ പ്രബോധനരേഖയുടെ ഹൃദയമെന്നും മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണയ്ക്കിടയാക്കുന്ന ചില വിശേഷണങ്ങളെ വിവേകപൂർവ്വം ഒഴിവാക്കാനും ഈ പ്രബോധനരേഖ ആവശ്യപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹരക്ഷക എന്ന വിശേഷണം ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണ്. ഇതിനെ പുതിയൊരു നിർദ്ദേശമായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. തിരുസഭ ഒരിക്കലും പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. അതുപോലെ തന്നെ മറിയത്തെ കൃപാവരത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എല്ലാ കൃപകളും മറിയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നൊരു ധ്വനി അതിനുണ്ടാകാമെന്ന വസ്തുതയും പ്രബോധനരേഖ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സകല കൃപകളുടെയും മധ്യസ്ഥ എന്ന പ്രയോഗവും പരിമിതികളുള്ളതാണ്. സകല കൃപകളുടെയും ഉറവിടം ദൈവം മാത്രമാണ്. ഏകജാതനായ മിശിഹ എല്ലാ കൃപകളും വർഷിക്കുന്നത് അവിടുന്ന് സ്ഥാപിച്ച തിരുസഭയിലെ പരിശുദ്ധ കൂദാശകളിലൂടെയാണ്. ഈ വിശ്വാസരഹസ്യത്തിന്റെ സമഗ്രതയെ പരിരക്ഷിക്കുവാൻ കൃപാവരത്തിന്റെ അമ്മ എന്ന പ്രയോഗം ഒഴിവാക്കുന്നതാണ് അഭിലഷണീയമെന്ന് പ്രബോധനരേഖ ചൂണ്ടിക്കാണിക്കുന്നു. വലിയ വിവേകവും ശ്രദ്ധയും ആവശ്യമുള്ള ഒരു പ്രയോഗമാണ് മധ്യസ്ഥയായ മാതാവ് എന്നത്. പരിശുദ്ധ മറിയം നമുക്കായി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്നു എന്നതിൽ സംശയമില്ല. നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുവാൻ മാതാവിന് കഴിയുമെന്ന് പറയുന്നതും അവൾ മധ്യസ്ഥയാണ് എന്ന് വിശേഷിപ്പിക്കുന്നതും തമ്മിലുള്ള ദൈവശാസ്ത്രപരമായ വ്യത്യാസത്തെയാണ് പ്രബോധനരേഖ ചൂണ്ടിക്കാണിക്കുന്നതെന്നും മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഏക മധ്യസ്ഥനായി ഈശോ മിശിഹ മാത്രമാണുള്ളത്. മിശിഹായുടെ ഏക മധ്യസ്ഥത്തിന് സമാനമായി മാതാവിന്റെ മധ്യസ്ഥ അപേക്ഷയെ അവതരിപ്പിക്കരുത് എന്നാണ് തിരുസഭയുടെ ബോധ്യം. ഈശോ മിശിഹ ഏക മധ്യസ്ഥനായിരിക്കുന്നത് അവിടുന്ന് ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നതുകൊണ്ടാണ്. ദൈവത്തിനും മനുഷ്യനുമിടയിൽ മധ്യസ്ഥത പുലർത്തുന്ന മറ്റാരുമില്ല എന്നതാണ് മിശിഹ ഏക മധ്യസ്ഥൻ എന്നതിന്റെ അർത്ഥം. ഈ വ്യത്യാസത്തെ വ്യക്തമാക്കി അവതരിപ്പിക്കാതെ മധ്യസ്ഥ എന്ന് മറിയത്തെ വിളിക്കുന്നത് തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തും. ചുരുക്കത്തിൽ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഈശോ മിശിഹായുടെ അതുല്യമായ അനന്യശ്രേഷ്ഠതയെ ഊന്നിപ്പറയുകയാണ് ഈ പ്രബോധനരേഖയുടെ ലക്ഷ്യം. പരിശുദ്ധ മറിയത്തോടുള്ള തിരുസഭയുടെ പരമ്പരാഗത ഭക്തിയെ പരിപോഷിപ്പിക്കുന്നതും ശരിയായ ദിശാബോധം നൽകുന്നതുമാണ് പുതിയ പ്രബോധനരേഖയെന്നും മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലറിൽ വ്യക്തമാക്കി. പരിശുദ്ധ കന്യകാമറിയം തിരുസഭയിൽ ഉന്നതമായ വണക്കത്തിന് യോഗ്യയാണ്. കുരിശിന്റെ ചുവട് വരെ ഈശോയെ അനുഗമിക്കുവാൻ തക്ക വിശ്വാസബോധ്യവും ആത്മധൈര്യവും മറിയത്തിനുണ്ടായിരുന്നു. തന്റെ മരണത്തിനു മുൻപ് കുരിശിൽ വെച്ച് ഈശോ വിശ്വാസികൾക്കെല്ലാം അമ്മയായി പരിശുദ്ധ മറിയത്തെ നൽകിയതാണ്. തിരുസഭയുടെ മാതാവും പ്രതീകവുമാകിയാൽ പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം സഭയ്ക്കും മാതൃകയും പ്രചോദനവുമാണ്. ആത്മശരീരങ്ങളോടെ പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടെങ്കിൽ മറിയത്തെ അനുകരിക്കുന്ന സഭ മുഴുവനും അതേ സ്വർഗപ്രവേശനത്തിന് അർഹമാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടമാക്കുന്ന ജപമാലയും നൊവേനയും ഉത്തരീയ ഭക്തിയും കത്തോലിക്ക സഭയിൽ യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നതാണ്. രക്ഷാകര പദ്ധതിയിൽ ഈശോയും മറിയവും വഹിച്ച പങ്കിനെ നിയതമായി നിർവചിക്കുന്ന ഈ പ്രബോധനരേഖയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ നിഷ്പക്ഷ താൽപര്യങ്ങൾക്കും തെറ്റായ പഠനങ്ങൾക്കുമെതിരെ നമ്മൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സർക്കുലറിൽ ഓർമ്മപ്പെടുത്തി. ചോയ്സ് ഡെസ്ക് ഷിക്കന ന്യൂസ്.